എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചന്ദ്രബാബു നായിഡു ഇപ്പം അടുത്ത് അവിടെ എന്തോ ഒക്കേഷനിൽ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗിച്ചതിൻ്റെ ഒരു ഭാഗം വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അത് പറഞ്ഞത് മറ്റൊന്നുമല്ല, പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഹനുമാൻ സൂപ്പർമാനേക്കാൾ പവർഫുള്ളാണ് എന്ന് മാത്രമല്ല, സ്പൈഡർമാനേക്കാളും പവർഫുള്ളാണ് ആര്? ഹനുമാൻ. അതുപോലെ തന്നെ അർജുനൻ അത് ബാറ്റ്മാനേക്കാൾ വലിയ യോദ്ധാവാണ്. അയൺമാനേക്കാളും വലിയ ജഗജില്ലിയാണ് ആര്? അർജുനൻ. അതുപോലെ തന്നെ മഹാഭാരത കഥകളുണ്ടല്ലോ, മഹാഭാരത രാമായണം, അത് ഇന്ന് കാണുന്ന അവതാർ സീരീസ് ഉണ്ടല്ലോ, അവതാർ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, ആ സിനിമകളെക്കാൾ നല്ലതാണ് എന്ന് പറയാണ്. എന്ന് പറയേണ്ട ഒരു ഗതികേട് എത്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു മതത്തിനൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ, അവതാർ സിനിമ ഇതിനേക്കാളൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ മതം എന്ന് പറഞ്ഞിട്ടൊരു ഗതികേടുണ്ടല്ലോ. ആ ഗതികേട് ഒരു ദയനീയമായ ഒരവസ്ഥ തന്നെയാണിത്. പിന്നെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഒരു ഉരുളങ്കല്ല് കുന്നും പുറത്തുനിന്ന് ഉരുണ്ട് വീണ് അതുവരെ ദൈവമാവുന്ന രാജ്യമാണ് ഇന്ത്യ. എന്തെങ്കിലും ഒരു വേരോ പടവലങ്ങയോ ഒരു മൃഗമോ പോത്തോ എന്ത് കണ്ടാലും അതൊക്കെ ദൈവമാണ്. ട്രംപിനെ പിടിച്ച് ദൈവമാക്കി, മോദിനെ പിടിച്ച് ദൈവമാക്കി, ജയലളിതനെ പിടിച്ച് ദൈവമാക്കി, അങ്ങനെ ദൈവങ്ങളുടെ ഒരു നിരങ്ങനെ നടക്കാണ്. തോന്നിയതൊക്കെ ദൈവമാണ്. അപ്പോ അങ്ങനെ ദൈവമായിട്ട് ഇങ്ങനെ പോണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും തൽക്കാലം നിങ്ങളെ ഹനുമാനിലും അർജുനനിലും ഒക്കെ ഒതുങ്ങി നിന്നാ മതിയിട്ടൊന്ന് പറയാനായിരിക്കും ഇപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. എന്തൊരു ഗതികേടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിം പണ്ഡിതനോ വന്നിട്ട് പറയാണ് അയൺമാനേക്കാളും സ്പൈഡർമാനേക്കാളും ബാറ്റ്മാനേക്കാളും ഒക്കെ നല്ലത് ജീസസ് ആണ് ട്ടോ, അല്ലെങ്കിൽ മുഹമ്മദ് നബി ആണ് ട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്താ അവസ്ഥ? അത് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ സമ്മതിക്കോ? ആ പറഞ്ഞോനെ ആട്ടി ഓടിക്കൂലേ? നീ ഇപ്പൊ എന്തിനാണ് അത് പറഞ്ഞു ചോദിക്കൂലേ? പക്ഷെ അതാ പറഞ്ഞത്, ഇന്ത്യയിലത്തെ ഈ കാണുന്ന മതം ഉണ്ടല്ലോ, അത് വളരെ ദുർബലമാണ്, ദൗർഭാഗ്യകരമാണ്. അപ്പൊ അത് പറയുന്നവർക്ക് അറിയാട്ടോ. അതായത് ഇങ്ങനൊരു മതമില്ല. ഇത് പണ്ടത്തെ എന്താ കൈകെട്ടി എന്നെ പിടിച്ച് ദൈവമാക്കുന്ന ഒരു പ്രത്യേകതയുള്ള തലച്ചോറാണ്. ചാണകം വരെ ദൈവമാണ്, മൂത്രം വരെ ദൈവമാണ്, പശു വരെ ദൈവമാണ്. അങ്ങനത്തെ ഒരു ജനതയോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ നാളെ സ്പൈഡർമാനും ദൈവമാണ്. സ്പൈഡർമാൻ്റെ ഒരു അമ്പലം വരാനും സാധ്യതയുണ്ട്. അതുപോലെ അയൺമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ ഇവരുടെയൊക്കെ ഓരോരോ അമ്പലം പല സ്ഥലത്തും വരാനും അത് പിന്നെ ആരാധിക്കാനുള്ള ഒരുപാട് ആൾക്കാരും പിന്നെ അവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നന്നായിട്ട് അറിയാം ഇവർക്ക്. ഇന്നിപ്പോ ഇത് സിനിമയാണ്, നാളെ അതൊക്കെ ദൈവമായി മാറും. പിന്നെ അതിന് ശേഷം ഒരു 10, 25, 30 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ് ഇത് സിനിമയിലത്തെ സ്പൈഡർമാൻ അല്ലേ, ഇത് ദൈവമല്ല എന്ന് പറഞ്ഞാല് പിന്നെ കോടാലിയും പിക്കാസായിട്ട് വെട്ടാൻ വരും ആ പറഞ്ഞ ആളുടെ വീട് വരെ ബുൾഡോസർ തകർക്കും. അപ്പോ അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ഇവർക്കും പ്രശ്നം തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ വന്നിട്ട് പറയുന്നത് തൽക്കാലം നിങ്ങളെ ഈ ഉള്ള ദൈവങ്ങളായിട്ട് കളിച്ചാൽ മതിട്ടോ, പുതിയ ദൈവങ്ങളൊന്നും കൊണ്ടുവരരുതിട്ടോ എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭയം, ദൈവങ്ങളുടെ എണ്ണം കൂടുവോ, കണ്ണി കണ്ടങ്ങനത്തെ സിനിമയിലത്തെ അമേരിക്കയിലത്തെ കോമിക്കുകളിലെ കഥാപാത്രങ്ങളെ വരെ ദൈവമാക്കുമോ? കാരണം ഇന്ത്യയിൽ കാണുന്ന ദൈവങ്ങൾ മൊത്തം കഥാപാത്രങ്ങളാണല്ലോ. ഓരോ മുത്തശ്ശി കഥയിലൊക്കെ ഉള്ള ദൈവം കഥാപാത്രങ്ങൾ മാത്രം ഇതൊക്കെ ഇന്ത്യയിൽ കാണുന്ന എല്ലാ ദൈവങ്ങളും. അല്ലാതെ ഇതൊക്കെ ഇവിടെ ജീവിച്ചിരുന്നിരുന്നു, ഇവരൊക്കെ ഇവിടെ നടന്നിരുന്നു, സംഭവങ്ങളൊക്കെ നടന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു മുട്ടുസൂചനകൾ തെളിവായിട്ട് കിട്ടുമല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പോ ഈ പറയുന്നവർക്ക് ഇതൊക്കെ കൃത്യമായിട്ടാണ്. പക്ഷെ ജനങ്ങൾ വിഡ്ഢികളായിട്ട് ഇതിലൊക്കെ വിശ്വസിച്ചിങ്ങനെ നടക്കണം. അതിനുള്ള തന്ത്രമാണ്. നിങ്ങൾ തൽക്കാലം ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അമേരിക്കയിലത്തെ കഥാപാത്രങ്ങൾ ദൈവങ്ങളാക്കണ്ട, തൽക്കാലം ഇപ്പൊ ഇന്ത്യയിലത്തെ കഥയിലത്തെ കഥാപാത്രങ്ങൾ അവരെ മാത്രം നിങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്നാൽ മതി എന്നാണ് ഈ പറയുന്നത്. എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ദയനീയതയാണ് തോന്നിയത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ മതത്തിന്റെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കുമെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞോളൂ. ഇവിടെ അവസാനിപ്പിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.